വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വരാൻ പോകുന്ന ഈ അടുത്തിടയ്ക്ക് തന്നെ വരാൻ പോകുന്ന DME സ്റ്റാഫ് നഴ്സ് എക്സാം, അതോടൊപ്പം തന്നെ DME DHS JPH എക്സാം. ഇത് മാത്രമല്ല, ഏതൊരു നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ സാധാരണ രീതിയിൽ ചോദിച്ച് കാണുന്ന ഒരു ഏരിയയാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, അതായത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ആക്ച്വലി നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനെ കുറിച്ചായിരിക്കും. അതായത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇൻകേസ് ആരെങ്കിലും ആ വീഡിയോ കാണാതെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കാണുക. അതിന്റെ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞങ്ങൾ പിൻ ചെയ്തേക്കാം. അപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആക്ച്വലി വീഡിയോ വരിക. അപ്പം ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു, സർ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നിന്ന് ഒരു വീഡിയോ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സോ അതിനൊക്കെ ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് ഈ ക്ലാസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് JPH എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ JPH എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാകും. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അപ്പം അതിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, JPH എക്സാം അതോടൊപ്പം തന്നെ DME സ്റ്റാഫ് നഴ്സ് എക്സാം, ഈ രണ്ട് എക്സാമിന് വേണ്ടിയുള്ള കോച്ചിങ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. JPH എക്സാമിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോ നാളെ അതായത് ഫെബ്രുവരി 30-ാം തീയതി നമ്മൾ DME സ്റ്റാഫ് നഴ്സിന്റെ 7ാമത്തെ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇനി സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷനിലേക്ക് പോകാം, അതായത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അപ്പം ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എടുക്കുമ്പോൾ ആക്ച്വലി സ്ട്രൈറ്റ് അവേ നമ്മൾ ഷെഡ്യൂളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അവിടെ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ഉണ്ടല്ലേ. അതായത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അത് ഒരു ഫസ്റ്റ് ഒരു പ്രോഗ്രാം ആയിട്ട് തന്നെ വന്നതല്ല. അത് ആക്ച്വലി പല പ്രോഗ്രാമിൽ നിന്ന് കേട്ടോ, പല പ്രോഗ്രാമിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്ന ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഫോളോ ചെയ്യുന്ന ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അപ്പൊ നമുക്ക് ആക്ച്വലി അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഐഡിയലി പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഹിസ്റ്ററി മുതൽ, അതായത് ഫസ്റ്റ് ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം മുതൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. കാരണം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഈ ഏരിയാസിൽ നിന്ന് ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത് മിക്കവാറും ഇയേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇയേഴ്സ് വെച്ചിട്ടുള്ള. അപ്പം എല്ലാവർക്കും അറിയാം, ഈ 1978-ലാണ് ഏത് പ്രോഗ്രാമാണ്, എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ അല്ലെ, നമ്മൾ EPI എന്നൊക്കെ പറയുമല്ലോ, EPI എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ. സോ ഇത് സ്റ്റാർട്ട് ചെയ്തത് 1978-ലാണ് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1985 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം കേട്ടോ, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സോ ആക്ച്വലി ഈ 1985 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് UIP എന്നൊക്കെ പറയാം കേട്ടോ, UIP യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ഇതിൽ ആക്ച്വലി 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആയിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത്. 1985 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലെ 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആയിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത്. ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, അതായത് DPT അല്ലെ, DPT എന്ന് പഠിക്കാം. DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. കൂടാതെ പോളിയോമൈലൈറ്റിസ്, മൂന്നാമത് പറയുകയാണെങ്കിൽ മീസൽസ്, പിന്നെ ട്യൂബർകുലോസിസ്. അപ്പൊ ഇങ്ങനെ 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആയിരുന്നു ഈ 1985 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ അണ്ടറിൽ കവർ ചെയ്തിരുന്നത്. നാഷണൽ ടെക്നോളജി മിഷൻ 1986-ലാണ് നാഷണൽ ടെക്നോളജി മിഷൻ ഇംപ്ലിമെന്റ് ആയത്. അതിന്റെ അണ്ടറിലാണ് ആക്ച്വലി കോൾഡ് ചെയിൻ അറിയാമല്ലോ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഓഫ് വാക്സിൻ ആണ് കോൾഡ് ചെയിൻ. കൂടാതെ റെഫറൽ മെക്കാനിസം, പിന്നെ അഡ്വേഴ്സ് ഇഫക്ട്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങൾ വരുന്നത് 1986 നാഷണൽ ടെക്നോളജി മിഷന്റെ അണ്ടറിലാണ്. എന്തൊക്കെയാണ്? കോൾഡ് ചെയിൻ, then റെഫറൽ മെക്കാനിസം, കൂടാതെ അഡ്വേഴ്സ് ഇഫക്ട്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ. ഈ 3 കാര്യങ്ങളും വരുന്നത് നാഷണൽ ടെക്നോളജി മിഷന്റെ അണ്ടറിലാണ്. 1995 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ഇമ്പോർട്ടന്റ് ആണ്, ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1995 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. 1995. നെക്സ്റ്റ് 2014 മിഷൻ ഇന്ദ്രധനുഷ് അല്ലെ. മിഷൻ ഇന്ദ്രധനുഷ് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. മിഷൻ ഇന്ദ്രധനുഷ് ഈസ് റിലേറ്റഡ് ടു വിച്ച് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ മിഷൻ ഇന്ദ്രധനുഷ് സാധാരണ ഇമ്മ്യൂണൈസേഷൻ കേട്ടോ, ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ,
ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് മിഷൻ ഇന്ദ്രധനുഷ്. അത് സ്റ്റാർട്ട് ചെയ്തത് 2014 അതിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ പറഞ്ഞ 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ്. അതിനോടൊപ്പം തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി കൂടെ വരുന്നത് മിഷൻ ഇന്ദ്രധനുഷിന്റെ അണ്ടറിലാണ്. ഇതിൽ പറയുന്നത് ദി ചൈൽഡ് ഹാസ് ടു മേക്ക് 7 വിസിറ്റ്സ് ടിൽ 5 ഇയേഴ്സ് ഓഫ് ഏജ്. അതായത് 5 വയസ്സ് കേട്ടോ, 5 വയസ്സാകുന്നത് വരെ കുഞ്ഞ് എന്താണ് അറ്റ്ലീസ്റ്റ് 7 വിസിറ്റ് കേട്ടോ, അറ്റ്ലീസ്റ്റ് 7 വിസിറ്റ് എങ്കിലും നടത്തിയിരിക്കണം എന്നുള്ളതാണ് ഈ മിഷൻ ഇന്ദ്രധനുഷിന്റെ അണ്ടറിൽ പറയുന്നത്. 2017 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ആയി എന്നാണ്. 2017 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ദ ഇമ്മ്യൂണൈസേഷൻ കവറേജ്. ആക്ച്വലി ഇത്രയൊക്കെ പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു എങ്കിലും ഈ ഇമ്മ്യൂണൈസേഷൻ കവറേജ് വളരെയധികം കുറവായിരുന്നു. അല്ലെങ്കിൽ ചില ഏരിയാസിൽ, ചില സെക്ടേഴ്സിൽ ഇമ്മ്യൂണൈസേഷൻ കവറേജ് വളരെ കുറവായിരുന്നു. സോ അതിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് 2017 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തത്. അതുകൂടാതെ തന്നെ ഇൻവോൾവ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ സ്ലംസ്, അതായത് റൂറൽ ഏരിയാസിലെ വാക്സിൻ കവറേജ് കൂട്ടുക, കൂടാതെ അർബൻ സ്ലംസിൽ, അർബൻ ഏരിയയിലുള്ള സ്ലംസിൽ ഈ വാക്സിനേഷന്റെ കവറേജ് കൂട്ടുക എന്ന ഗോളോട് കൂടി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവോട് കൂടിയാണ് 2017 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തത്. നെക്സ്റ്റ് വീണ്ടും വരുന്നു 2019 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം 2.0 കേട്ടോ. അതായത് ഇതിന്റെ സെക്കൻഡ് വകഭേദമാണ് ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം 2.0. ഇതിൻ പ്രകാരം ആക്ച്വലി ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് 4 റൗണ്ട്സ് ഓഫ് ഇന്റൻസിഫൈഡ് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ. അതായത് ഇന്റൻസിഫൈഡ് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ 4 റൗണ്ട്സ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ 4 റൗണ്ട്സ് ഇവിടെ പറയുന്നുണ്ട്. കൂടാതെ ടു സ്ട്രീംലൈൻ ആൻഡ് ഇംപ്ലിമെന്റ് ദ പൈപ്പ് ലൈൻ വാക്സിൻ ഇൻ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അതായത് ചില വാക്സിൻസ് പുതിയതായിട്ട് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള വർക്ക് കൂടെ 2019 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാമിൽ നടക്കുകയുണ്ടായി. സോ ഈ 2019 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം അനുസരിച്ച് 2.0 അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് അല്ലെ, അതിനുശേഷം ഒരെണ്ണം കൂടെ വന്നു. ഇപ്പം 9 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് പ്ലസ് 3 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആസ് പൈപ്പ് ലൈൻ. ഇതായിരുന്നു 2019 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 2.0 വിഭാവനം ചെയ്തിരുന്നത്. സോ അപ്പോൾ എത്രയായിരുന്നു? 12, ടോട്ടലി 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് വരുന്നുണ്ട് ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം 2.0 ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ ഡിസീസസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഈ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആയിട്ട് പറയുന്നത്. സോ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ടി ബിക്കായിട്ട് നമ്മൾ ഏതെടുക്കും? BCG വാക്സിൻ എടുക്കും അല്ലെ. TB-ക്ക് എതിരായിട്ട് നമ്മൾ BCG വാക്സിൻ എടുക്കും. സോ ഇതിന്റെ ഷെഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ TB, ദെൻ അതുകൂടാതെ പോളിയോ വാക്സിൻ നമുക്ക് 2 തരത്തിലുള്ളതുണ്ട് അല്ലെ. OPV ഉണ്ട്, IPV ഉണ്ട്, ഇതൊക്കെ നമ്മൾ പറയും. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, പിന്നെന്താ വരിക? DPT, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ്, ഇതിനു വേണ്ടി നമുക്ക് എന്താണ്? DPT വാക്സിൻ. ദെൻ ഹിബ്, അതായത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി, അതാണ് ആക്ച്വലി ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഉണ്ടാക്കുന്ന. സോ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി വാക്സിൻ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ പെന്റാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. പെന്റാവാലന്റ് വാക്സിൻ, അതായത് ഒറ്റ വാക്സിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പെന്റാവാലന്റ് ഇഞ്ചക്ഷൻ. സോ അത് ഈ 5 ഡിസീസ് കണ്ടീഷനെതിരെ, അതായത് DPT, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ്, കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി. സോ ഇതാണ് പെന്റാവാലന്റ് വാക്സിൻ എന്ന് പറയുക. കൂടാതെ എന്താ വരിക? മീസിൽസ് റുബെല്ല, അതായത് MR വാക്സിൻ അല്ലെ. MR വാക്സിൻ, മീസിൽസ് റുബെല്ല. ദെൻ JE അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ആക്ച്വലി ഈ JE വരുന്നത് എൻഡമിക് ഏരിയാസിലാണ്. എൻഡമിക് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് ഉള്ള, അതായത് കൂടുതലായിട്ടുള്ള ഏരിയാസിനാണ്, അല്ലെങ്കിൽ അത് സ്റ്റിൽ പ്രിവാലന്റ് ആയിട്ടുള്ള ഏരിയാസിനാണ് നമ്മൾ എൻഡമിക് ഏരിയാസ് എന്ന് പറയുക. സോ അവിടെയാണ് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് വാക്സിൻസ് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് PCV, അതായത് ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ കേട്ടോ. ന്യൂമോകോക്കൽ conjugated vaccine. ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ, അത് ന്യൂമോണിയക്കെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ്. കൂടാതെ റോട്ട വൈറസ് വാക്സിൻ, നമ്മൾ തുള്ളി മരുന്നായിട്ട് കൊടുക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഡയേറിക്കെതിരെ. സോ റോട്ട വൈറസ് വാക്സിൻ. സോ ഇങ്ങനെയാണ് 12 വാക്സിൻസ് അല്ലെങ്കിൽ 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് വരിക ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം 2.0 ഭാഗമായിട്ട്. അപ്പം ആക്ച്വലി നമ്മൾ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ ഡിസീസ് ഒക്കെ കവേർഡ് ആണ്. സോ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ ഏത് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ്? നമ്മൾ ലെവൽസ്
ഓഫ് പ്രിവെൻഷന്റെ ഒരു വീഡിയോ കൂടി ചെയ്തിരുന്നു അല്ലെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എങ്കിൽ അതും കൂടി കാണുക. അതുമൊക്കെ നമ്മുടെ എക്സാംസിന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പം അതിന്റെയും ഡിസ്ക്രിപ്ഷൻ, അതിന്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. സോ ഇമ്മ്യൂണൈസേഷൻ ഈസ് എ പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇമ്മ്യൂണൈസേഷൻ എന്താണ്? പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് ഇമ്മ്യൂണൈസേഷനെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇനിയാണ് നമ്മൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലേക്ക് വരിക. അതിൽ ആക്ച്വലി ബർത്ത് മുതൽ, അതായത് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത് ബർത്ത് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞ് ജനിക്കുന്നത് മുതൽ തന്നെ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യും. സോ അറ്റ് ബർത്തിൽ ഏതൊക്കെയാണ് കൊടുക്കുന്നത്? BCG നമ്മൾ പറഞ്ഞല്ലേ, TB-ക്കെതിരെ BCG കൊടുക്കും. ദെൻ OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ 0 ഡോസ് അല്ലെ, 0 ഡോസ് നമ്മൾ അറ്റ് ബർത്ത് തന്നെ കൊടുക്കും. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് B കേട്ടോ. അപ്പൊ ഈ 3 വാക്സിൻസ് ആണ് നമ്മൾ അറ്റ് ബർത്ത് കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും അറ്റ് ബർത്ത് ഏതൊക്കെ വാക്സിൻസാണ് കൊടുക്കുന്നത്, ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എന്താണ്? BCG, OPV 0, ഹെപ്പറ്റൈറ്റിസ് B. നെക്സ്റ്റ് വീക്ക് 6, 10, 14 അല്ലെ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് 1.5 മാസം തുടങ്ങി, 1.5 മാസം തുടങ്ങി, അതായത് 6 ആഴ്ച തുടങ്ങി ഒരല്പ കഷ്ടകാലമാണ് അല്ലെ. 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിന് ഇഞ്ചക്ഷൻസ് അല്ലെ. അപ്പൊ അതിൽ ഏതൊക്കെയാ വരിക? OPV 1, 2, 3, അതായത് 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ചയിൽ ഓറൽ പോളിയോ വാക്സിൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡോസ് എടുക്കണം. കൂടാതെ പെൻഡാവാലന്റ് വാക്സിൻ ഞാൻ പറഞ്ഞു അല്ലെ, DPT വരുന്നുണ്ട്, then HIB വരുന്നുണ്ട്, DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് B വരുന്നുണ്ട്, ഇൻഫ്ലുവൻസ B അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B, ഇത്രയും വരുന്നുണ്ട് പെൻഡാവാലന്റ് വാക്സിൻ. അപ്പം 1, 2, 3 അതും ഈ 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഓറലി കൊടുക്കുന്നതാണ്, തുള്ളി മരുന്ന്, ഒരു പിങ്ക് കളറിലുള്ള തുള്ളി മരുന്നായിട്ട് നമ്മൾ കൊടുക്കും അല്ലെ. അതേതാണ്? റോട്ടാ വൈറസ് വാക്സിൻ, RVV. സോ അത് ഡയറിയക്കെതിരെയാണ്. അതും ഈ പറഞ്ഞ പോലെ 6, 10, 14 ആഴ്ചകളിൽ ഈ റോട്ടാ വൈറസ് വാക്സിൻ എടുക്കും. നെക്സ്റ്റ് എടുക്കുന്ന ഏതാണ്? FIPV. നേരത്തെ നമ്മൾ ഇവിടെ എടുത്തത് ഓറൽ പോളിയോ വാക്സിൻ ആയിരുന്നു. ഇവിടെയാണെങ്കിലോ ഫ്രാക്ഷണേറ്റഡ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതായത് നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന പോളിയോ വാക്സിൻ ആണ് ഫ്രാക്ഷണേറ്റഡ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. അത് 10ാമത്തെ ആഴ്ച മാത്രമല്ല, പകരം 6ാമത്തെ ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലുമാണ് FIPV എടുക്കുന്നത്. കൂടാതെ PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ 6ാമത്തെയും 14ാമത്തെയും ആഴ്ചയിൽ എടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഏതാണ് കുഞ്ഞ് 14 ആഴ്ച വരെ എടുക്കുന്ന വാക്സിൻസ്. നെക്സ്റ്റ് 9 മന്ത്സിൽ 9ാം മാസം നോക്കി കഴിഞ്ഞാലോ MRന്റെ ഫസ്റ്റ് ഡോസ്, MR എന്ന് പറഞ്ഞാല് മീസിൽസ് റുബല്ല കേട്ടോ, മീസിൽസ് റുബല്ലയുടെ ഫസ്റ്റ് ഡോസ്. കൂടാതെ വൈറ്റമിൻ A കേട്ടോ, വൈറ്റമിൻ Aയുടെ ഫസ്റ്റ് ഡോസ്. കൂടാതെ PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ, ദെൻ JE ജാപ്പനീസ് എൻകഫലൈറ്റിസ് വാക്സിന്റെ ഫസ്റ്റ് ഡോസ്. സോ ഇത്രയാണ് 9 മന്ത്സിൽ എടുക്കുക. നെക്സ്റ്റ് വരുന്നത് 16 മുതൽ 24 മാസം വരെ കേട്ടോ. 9 മാസം കഴിഞ്ഞാല് 16 മുതൽ 24 മാസം, അതായത് 16 മാസം മുതൽ 2 വയസ്സാകുന്നതിന് ഇടയ്ക്ക് വരെ ഏതൊക്കെ വാക്സിൻസ് എടുക്കുക? MR2 മീസിൽസ് റുബല്ലയുടെ സെക്കൻഡ് ഡോസ്. നെക്സ്റ്റ് DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. കൂടാതെ OPV ഓറൽ പോളിയോ വാക്സിൻ, പിന്നെ JE ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ. ഇത്രയും വാക്സിൻസ് ആണ് 16നും 24 മാസത്തിനും ഇടയ്ക്ക് എടുക്കുന്ന വാക്സിൻസ്. നെക്സ്റ്റ് 5നും 6നും ഇടയ്ക്ക്, അതായത് 5 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്ക് ഏതാണ്? DPT ഒരു ഡോസ് കൂടെ എടുക്കും കേട്ടോ. DPT വാക്സിൻ എടുക്കുന്നത് 5നും 6നും ഇടയ്ക്കാണ്. നെക്സ്റ്റ് 10ാം വയസ്സിലും 16ാമത്തെ വയസ്സിലും കേട്ടോ, 10ാം വയസ്സിലും 16ാമത്തെ വയസ്സിലും ഇത് എടുക്കുന്ന TD എടുക്കും അല്ലെ. TD എന്ന് വെച്ചാൽ ടെറ്റനസും പിന്നെ ഡിഫ്തീരിയയുടെ ലോ ഡോസ് ടോക്സിനും എടുക്കും. അതാണ് TD വാക്സിൻ. അപ്പൊ ഇതാണ് ആക്ച്വലി നമ്മുടെ പ്രസന്റ്ലി ഫോളോ ചെയ്യുന്ന നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 12 ഡിസീസിനെതിരെയുള്ള വാക്സിൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പൊ ഇതിൽ ആക്ച്വലി കുറച്ച് വാക്സിൻസ് ലൈവ് വാക്സിൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ചോദിക്കാം വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ലൈവ് വാക്സിൻ, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൈവ് വാക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ ഈ 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിൽ നമ്മൾ പഠിച്ചതിൽ 5 എണ്ണം ലൈവ് വാക്സിൻസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് BCG കേട്ടോ, BCG നമ്മള് TB-ക്കെതിരെ എടുക്കുന്ന വാക്സിൻ ആണ് അല്ലെ. സോ BCG ലൈവ് വാക്സിൻ ആണ്. കൂടാതെ ഓറൽ പോളിയോ വാക്സിൻ ലൈവ് വാക്സിൻ ആണ്. ദെൻ റോട്ടാ വൈറസ് വാക്സിൻ അഗൈൻ ലൈവ് വാക്സിൻ ആണ്. പിന്നെ മീസിൽസ് റുബല്ല വാക്സിൻ അല്ലെങ്കിൽ MR വാക്സിൻ ലൈവ് വാക്സിൻ ആണ്. പിന്നെ ജാപ്പനീസ് എൻകഫലൈറ്റിസ് വാക്സിൻ ഇതും എന്താണ്? ലൈവ് വാക്സിൻ ആണ് കേട്ടോ, ലൈവ് വാക്സിൻ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഏജ് ലിമിറ്റ് ഫോർ വാക്സിനേഷൻ ഷെഡ്യൂൾ. അതായത് ഈവൻ ദോ നമ്മൾ ഈ ഷെഡ്യൂൾ അനുസരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ചില കുട്ടികൾ അല്ലെങ്കിൽ ചില ഏരിയാസിലുള്ള കുട്ടികളൊക്കെ എന്താണ് വാക്സിനേഷൻ
ഇമ്മ്യൂണൈസേഷൻ ചിലപ്പം അറിഞ്ഞോ അറിയാതെ സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലെ. സോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഏത് ദിവസം വരെ അല്ലെങ്കിൽ ഏത് വയസ്സ് വരെ നമുക്ക് ആ വാക്സിൻസ് എടുക്കാം എന്നാണ് ഈ പറയുന്നത്. അതായത് ഏജ് ലിമിറ്റ് ഫോർ വാക്സിനേഷൻ ഷെഡ്യൂൾ. ഇതും വേണമെങ്കിൽ ചോദിക്കാം. അതായത് BCG വാക്സിൻ എത്ര നാൾ വരെ എടുക്കാം അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ BCG വാക്സിൻ എങ്ങനെയാണ് 1 ഇയർ വരെ കേട്ടോ, 1 ഇയർ വരെ നമുക്ക് BCG വാക്സിൻ എടുക്കാം. അതേസമയം OPVയുടെ 0 ഡോസ്, നമ്മൾ അറ്റ് ബർത്ത് കൊടുക്കുന്ന OPVയുടെ 0 ഡോസ് ഉണ്ടല്ലോ, അത് നമുക്ക് 15 ദിവസം, അത് നമുക്ക് 15 ദിവസം വരെ എടുക്കാം. ദെൻ OPVയുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡോസ്, OPVയുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡോസ് എന്ന് പറയുന്നത് നമുക്ക് 5 വയസ്സ് വരെ എടുക്കാം, 5 വയസ്സ് വരെ എടുക്കാം. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ആണെങ്കിലോ 1 വയസ്സ് വരെ എടുക്കാം, 1 വയസ്സ് വരെ എടുക്കാം. അതല്ലാതെ ബർത്ത് ഡോസ്, നമ്മൾ ബർത്ത് ഡോസ് എടുക്കാറുണ്ടല്ലോ, അതായത് BCG, OPV, ഹെപ്പറ്റൈറ്റിസ് B ഈ വാക്സിൻ എടുക്കുന്നുണ്ട് അല്ലെ. സോ ഇത് ബർത്ത് ഡോസ് ആണെങ്കിൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ അത് എടുത്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പെന്റാവാലന്റ് വാക്സിൻ. പെന്റാവാലന്റ് വാക്സിൻ ഏതൊക്കെയാണ്? DPT, HIB, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, അതും 1 ഇയർ ആണ്, ഫസ്റ്റ് ഇയറിന് ഉള്ളിൽ എടുത്തിരിക്കണം. ദെൻ RV, റോട്ടാ വൈറസ്, FIPV അതായത് ഫ്രാക്ഷനേറ്റഡ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, ദെൻ PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ. ഇതൊക്കെ എന്താണ്? 1 ഇയറിനുള്ളിൽ തന്നെ എടുത്തിരിക്കണം. നെക്സ്റ്റ് അഗൈൻ MR1, മീസൽസ് റുബല്ലയുടെ ഫസ്റ്റ് ഡോസോ 5 വയസ്സിനകം എടുക്കാം. ദെൻ വൈറ്റമിൻ A ആണെങ്കിലോ വൈറ്റമിൻ A 5 ഇയേഴ്സ് കേട്ടോ, 5 ഇയേഴ്സ് വരെ എടുക്കാം. സോ വൈറ്റമിൻ A കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ A ഇപ്പോഴാണ് കൊടുത്തു തുടങ്ങുക, വൈറ്റമിൻ A 9 മന്ത്സിലാണ് കൊടുത്തു തുടങ്ങുക അല്ലെ. ഇമ്പോർട്ടന്റ് ആണ്, വൈറ്റമിൻ A 9 മന്ത്സിലാണ് കൊടുത്തു തുടങ്ങുക. വൈറ്റമിൻ A 9 മന്ത്സിൽ കൊടുക്കുമ്പോൾ അതിന്റെ ഡോസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 lakh ആണ്. 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് വൈറ്റമിൻ എയുടെ ഫസ്റ്റ് ഡോസ് പറയുക, അതായത് 9 മന്ത്സ്. അത് കഴിഞ്ഞ് കുഞ്ഞിന് ഓരോ 6 മാസം, അതായത് 9 മന്ത്സ് കഴിഞ്ഞ് പിന്നെ ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഇതിന്റെ അഡീഷണൽ ഡോസസ് എടുക്കണം. അതായത് അതിന്റെ ഡോസ് വരിക 2 lakh ആണ്. 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് വൈറ്റമിൻ A കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. അത് ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കണം. അങ്ങനെ 5 വയസ്സ് വരെ നമ്മൾ കൊടുക്കണം. അങ്ങനെ ടോട്ടലി ഒരു കുഞ്ഞിന് 9 ഡോസ് കേട്ടോ, 9 ഡോസ് ഓഫ് വൈറ്റമിൻ A കിട്ടുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ വൈറ്റമിൻ A നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് 9 മാസത്തിലാണ്. അപ്പൊ 9ാം മാസം നമ്മൾ 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് കൊടുക്കുക. അതിനുശേഷം ഓരോ 6 മാസം കൂടുമ്പോഴും 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് വെച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ടിൽ 5 ഇയേഴ്സ് കേട്ടോ, 5 വയസ്സ് വരെ കൊടുക്കണം. നെക്സ്റ്റ് JE വാക്സിൻ, അതായത് ജാപ്പനീസ് എൻകഫലൈറ്റിസ് കേട്ടോ, ജാപ്പനീസ് എൻകഫലൈറ്റിസ് വാക്സിൻ നമുക്ക് 15 വയസ്സ് വരെ എടുക്കാം. ദെൻ DPT, ഡിഫ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ്, അത് നമുക്ക് 7 വയസ്സ് വരെ എടുക്കാം. അപ്പൊ നമ്മള് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കവർ ചെയ്തത്. എന്തായിരുന്നു? നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അതിൽ നമ്മൾ ആദ്യം കുറച്ച് ഇയേഴ്സ് പറഞ്ഞു, EPI, UIP, അതുകൂടാതെ നമ്മുടെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മിഷൻ ഇന്ദ്രധനുഷ്, അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഈ പറയുന്ന വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ്, അതിന്റെ വാക്സിൻസിന്റെ പേര്, ഏത് വയസ്സ് വരെ കൊടുക്കാം, കൂടാതെ ഏതൊക്കെയാണ് ലൈവ് വാക്സിൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ വളരെ ഇതെല്ലാം നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വരുന്ന എക്സാംസിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.